ജീവിതത്തിൽ പല ബ്ലോക്കുകളുണ്ടാവും. ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഹെർട്ടിനുണ്ടാകുന്ന ബ്ലോക്കല്ല ഞാൻ പറയുന്നത്. റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, മണി ബ്ലോക്ക്, ഇങ്ങനെ ഒരുപാട് ബ്ലോക്കുകൾ ഉണ്ടാവും നമ്മുടെ ലൈഫിൽ. റിലേഷൻഷിപ്പ് ഇഷ്യൂ ഇല്ലാത്ത ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല. എപ്പോഴും അടുത്ത് നിൽക്കുന്നവരായിട്ടായിരിക്കും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ബന്ധുക്കളുമായിട്ടും കുടുംബാംഗങ്ങളുമായിട്ടായിരിക്കും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അവരോടൊക്കെ ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മുടെ മനസ്സിലുണ്ടാകുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാൻ തടസ്സം വരും. നാം എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഒന്നും അങ്ങോട്ട് റെഡി ആവുന്നില്ല. എന്ത് ചെയ്താലും പരിഭവം, പ്രശ്നവും പ്രയാസവും. പൈസയാണെങ്കിൽ പൈസ ഉണ്ടാവാത്തതിൻ്റെ ബുദ്ധിമുട്ട്, അതായത് കൂടുതൽ ചിലവ് വരുന്നത്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള ബ്ലോക്കുകളൊക്കെ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരോടുള്ള നമ്മുടെ ഈഗോ അത് നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ ചോദിക്കും, എനിക്ക് മാത്രമാണോ ഈഗോ, ആ വ്യക്തിക്കില്ലേന്ന്? മറ്റുള്ളവരുടെ എന്താണെന്ന് നാം നോക്കേണ്ട ആവശ്യം തന്നെയില്ല. നമുക്കാണോ മാറേണ്ടത്? നമ്മുടെ ജീവിതത്തിലാണോ മാറ്റം വരുത്തേണ്ടതെങ്കിൽ നാം മാറാൻ തയ്യാറാവണം. പെട്ടെന്നൊന്നും വേണ്ട, പതുക്കെ പതുക്കെ നാം മാറാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കെട്ടുകളും അഴിയുന്നതാണ്. എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്നൊരു വാക്കുണ്ട് അല്ലേ, മറ്റുള്ളവരുടെ തെറ്റുകൾ നീ ക്ഷമിച്ചാൽ നിന്റെ തെറ്റുകൾ ഞാൻ ക്ഷമിക്കുമെന്ന്, അല്ലേ? അപ്പോൾ പലപ്പോഴും നമുക്ക് കഴിയാത്തൊരു കാര്യമാണ് വേറൊരാളെ കുറ്റപ്പെടുത്തലും അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കലും. നമ്മുടെ തെറ്റുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഇങ്ങനെ വെക്കും. എന്നിട്ട് എപ്പോഴും നാം ഒരു വിരൽ ചൂണ്ടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി 4 വിരലും നമ്മുടെ നേരേക്കാണെന്നുള്ളത് ആരും ഓർക്കാറില്ല. അപ്പോൾ ഈ ബ്ലോക്കുകളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫിലേക്ക് എല്ലാ ബ്ലോക്കുകളും മാറി നമ്മുടെ ജീവിതം പണ്ടത്തേതിനധികം സന്തോഷവും സമാധാനം നിറയാൻ ഇന്നത് നമുക്ക് കാണാൻ സാധിക്കും.